ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വല്ലരുടെ വാക്ക് കേട്ട് നീ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കൊന്ന് പോവാൻ നിൽക്കണ്ട. ഞാനൊന്നും സമ്മതിക്കത്തുമില്ല. അച്ഛനെതിരൊന്നും പറയല്ലേ. അംബികാമ്മയും കൂട്ടി ദേവു ചേച്ചിയെ കാണാൻ പോവാന്ന് വിദ്യാമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ വാക്ക് കൊടുത്തതാ. ഇനി അത് തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് കഷ്ടാ മോനെ നീ ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നേ. സന്ദീപ് അവളെ ഇവിടുന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയില്ലേ, ഇനി അവരായി അവരുടെ പാടായെന്ന് വിചാരിക്കണം. നീ എന്തിനും വല്ലവർക്കും വേണ്ടി ഇനി കഷ്ടപ്പെട്ട് അവിടെ വരെ പോകാൻ നോക്കുന്നത്? വല്ലവർക്കും വേണ്ടിയല്ലല്ലോ, ദേവു ചേച്ചിയെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന അംബികാമ്മയ്ക്ക് വേണ്ടിയല്ലേ. ആ സാധു സ്ത്രീക്ക് ദേവു ചേച്ചിയെ കാണുന്നതുകൊണ്ട് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. മാത്രമല്ല എനിക്കും ദേവു ചേച്ചി ഒന്ന് കാണുകയും ചെയ്യാലോ. അവരവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യാം. നടക്കില്ല. ഈ കാര്യം പറയും നീ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല കൃഷ്ണ. വനജ പറഞ്ഞതുപോലെ അവരവിടെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ഓ, ഇനി ഇവിടുന്ന് ക്ഷേമം അന്വേഷിക്കാൻ നീ അങ്ങോട്ട് ചെല്ലാത്തിന്റെ കുഴപ്പമേ ഉള്ളൂ. അച്ഛൻ പറയുന്ന കേൾക്കും മോനെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാ പോരെ. അവർക്ക് വേണമെങ്കിൽ അവർ തനിച്ചു പോയിക്കൊള്ളൂ. അത് പറ്റില്ലമ്മേ. ഇത്രയും ദൂരെ ഒരു സ്ഥലത്ത് അംബികാമ്മ തനിച്ചു പോയാ അത് ശരിയാവില്ല. അമ്മ വിഷമിക്കണ്ട. ഞാൻ അംബികാമ്മയും കൊണ്ടുപോയി ദേവു ചേച്ചിയും കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ തിരിച്ചു വരില്ലേ. പിന്നെന്താ കുഴപ്പം? പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ ചെന്ന് അവളെ കാണുമ്പോ നിന്റെ തീരുമാനത്തിന് മാറ്റം വരില്ലെന്ന് ആര് കണ്ടു? ആ സ്ത്രീക്ക് അവിടെ 2 ദിവസം നിക്കണമെന്ന് പറഞ്ഞാ നീ ഒപ്പം നിൽക്കോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദേവു ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് തിരിക്കും. ഇനി അവരവിടെ തങ്ങണമെന്ന് പറഞ്ഞാലും നീ അത് കേൾക്കാൻ നിൽക്കരുത്. വേണമെങ്കിൽ അവര് ദേവൂട്ടിയുടെ കൂടെ തങ്ങിക്കോട്ടെ. അങ്ങനെയൊന്നും വേണ്ടി വരില്ല. അമ്മയൊന്ന് സമാധാനായിട്ടിരിക്കും. കാര്യങ്ങൾ നമ്മൾ പേടിച്ച പോലെ തന്നെയാ നീങ്ങുന്നത്. അവളെ ഇവിടുന്ന് കല്യാണം കഴിച്ചോണ്ട് പോയപ്പോ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ എന്ന് കരുതി ഒന്ന് ആശ്വസിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, അവളെ അങ്ങോട്ട് തിരക്കി പോകുന്നു. എന്റെ ഈശ്വര, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ആകപ്പെട്ട? ഇനി 39 ദിവസങ്ങൾ. ദേവൂട്ടി ഇവിടെ വന്നിട്ട് 2 ദിവസം. തമ്മിലൊന്ന് കാണാനോ സംസാരിക്കാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നമ്മുടെ ആഗ്രഹം പോലെ അമ്മ നമ്മളെ ഒന്നിപ്പിച്ചു. എന്നിട്ടും അകന്നു കഴിയാനുള്ള ദേവൂട്ടി നമ്മുടെ വിധി. എന്റെ അമ്മേ, മഹാമായി, ഈ പ്രയാസങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാം. ഇനിയും എന്ത് പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. പക്ഷേ എന്റെ പാവം സന്ദീപേട്ടൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാനുള്ള ഇടവരുത്തണേ അമ്മേ. സന്ദീപേട്ടന്റെ സങ്കടങ്ങൾ കൂടി ദേവി എനിക്ക് തന്നോളൂ. എല്ലാം ഞാൻ സഹിച്ചോളാം.
ഇനിയുള്ള 39 ദിവസങ്ങൾ നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ കഴിയും ദേവുട്ടി? അതാലോചിച്ചിട്ട് പോലും എനിക്ക് സഹിക്കാനാവുന്നില്ല. എന്തിനാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ദേവി ഇങ്ങനെ നമുക്ക് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? നിന്നോടുള്ള എൻ്റെ പ്രണയം അത്ര തീവ്രമാണെന്ന് അമ്മയ്ക്കറിയില്ലേ? നമ്മുടെ പ്രണയത്തിന്റെ ശക്തി എന്താണെന്ന് മൂകാംബിക അമ്മയ്ക്ക് മനസ്സിലാവും. ഈ പ്രതിബന്ധങ്ങളൊക്കെ നമ്മൾ മനക്കരത്തോടെ അതിജീവിക്കും സന്ദീപേട്ട. ഒരു കാരണവശാലും സന്ദീപേട്ടൻ സങ്കടപ്പെടരുത്. ആരും കൂടെ ഇല്ലെന്നുള്ള സങ്കടവും വേണ്ട. നമുക്കൊപ്പം നമ്മുടെ മൂകാംബിക ദേവിയുണ്ട്. ആ ശക്തിയിലും വിശ്വാസത്തിലും നമ്മൾ ഇനിയും ദിവസങ്ങൾ തള്ളി നീക്കും. നീ വിഷമിക്കേണ്ട ദേവുട്ടി, ഈ സമയവും കടന്നുപോകും. നമ്മൾ ഒന്നാവുക തന്നെ ചെയ്യും. നിന്നെ പിരിഞ്ഞ് എനിക്കും എന്നെ പിരിഞ്ഞ് നിനക്കും ഇനി ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല. നിന്നോടുള്ള എൻ്റെ പ്രണയം സത്യസന്ധമാണെങ്കിൽ ഈ 41 ദിവസത്തിനു മുമ്പ് ദേവി നമ്മളെ ഒന്നിപ്പിക്കും. അംബികാമേ, ഇതാണ് ദേവി ചേച്ചിയുടെ നാട്. ദേ അതാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ദേവൂട്ടിയുടെ വീട് ഇവിടെ ടൗണിൽ തന്നെയാണോ അതോ ഇവിടുന്ന് കൊറേ പോണോ? എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ വീട് സ്ഥലവും കണ്ടുപിടിക്കുക? അംബികാമ്മ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. എത്രയും പെട്ടെന്ന് അമ്മയെ മോളുടെ അടുത്ത് എത്തിച്ചിരിക്കും. അതുപോലെ ചായ കുടിക്കണോ അംബികാമ്മയ്ക്ക്? വേണ്ട, ഇനിയൊക്കെ ദേവൂട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് മതി. വമ്മോനെ, നമുക്ക് വേഗം പോവാം. മോളെ കാണാൻ ധൃതിയായല്ലേ? ഞാനേ സന്ദീപേട്ടനെ വിളിച്ചിട്ട് ലൊക്കേഷൻ അയക്കാൻ പറയാം.